അമ്മയുടെ മരണത്തെ തുടർന്നാണ് അയാൾ ലോകകപ്പ് പാതിയിൽ നിർത്തി ഫ്രാൻസിലേക്ക് തിരിച്ചത്. കൃത്യം 3 ദിവസത്തിന് ശേഷം പെറ്റമ്മയുടെ ഓർമ്മകളും കെട്ടിപ്പിടിച്ച് അയാൾ തിരിച്ച് അമേരിക്കയിലേക്ക് വിമാനം കയറി. തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച പ്രിയപ്പെട്ട നീലപ്പട തന്നെയും കാത്തിരിക്കുമ്പോൾ അമ്മയുടെ വിയോഗത്തിലും അയാൾ ടീമിനൊപ്പം ചേരാതിരിക്കുന്നത് എങ്ങനെയാണ്? ദിദിയർ ദശാബ്സ്. 1998 ഫ്രാൻസ് ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് എന്ന സ്വർണ്ണ കിരീടം ഉയർത്തിയപ്പോൾ ടീമിന്റെ കപ്പിത്താനായിരുന്നു. 2000 ടീം യൂറോ കപ്പ് നേടിയപ്പോഴും ക്യാപ്റ്റൻ. സിനദിൻ സിദാനൊപ്പം അന്നൊക്കെ കാണിച്ചു കൂട്ടിയ പന്തടക്കങ്ങൾക്കൊന്നും ഒരു കൈയും കണക്കുമില്ല. ആ ഗോൾഡൻ ഇറയെ സ്വപ്ന തുല്യമായല്ലാതെ ആരാധകർക്ക് ഓർക്കാനും കഴിയില്ല. കാലം മുന്നോട്ട് പോയി. 2000 കടന്ന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്നു. 2010 ലോകകപ്പിലാണ് ഫ്രാൻസ് ആരാധകർ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് കീറി വലിച്ചെറിയാൻ താല്പര്യപ്പെടുന്ന ആ രാവുകളും പകലുകളും ഉദയം കൊള്ളുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ഫ്രാൻസ് ഡ്രസ്സിംഗ് റൂം അവിടം കലുഷിതമാണ്. താരങ്ങളും സ്വന്തം ഒഫീഷ്യലുകളും പബ്ലിക്കായി ഏറ്റുമുട്ടുന്ന മൈതാനങ്ങൾ. പരിശീലകനായ റേമോൺ ഡൊമനിച്ചിനോട് ഹാഫ് ടൈമിൽ വാക്കേറ്റമുണ്ടാക്കിയത് ക്യാപ്റ്റൻ അനൽക്കയെ സ്ക്വാഡിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. പരിശീലനം ബഹിഷ്കരിച്ചാണ് താരങ്ങൾ ഇതിനോടൊന്ന് പ്രതികരിച്ചത്. പാട്രിസ് എവ്രയും പരിശീലക സംഘവും തമ്മിലുണ്ടായ തുറന്ന തർക്കം ഇന്നും ഒരു കനലായി ഫ്രാൻസിനെ വേട്ടയാടുന്നുണ്ട്. ഒറ്റ മത്സരത്തിലും ജയത്തിന്റെ കണിക പോലും കാണാതെ നാട്ടിലേക്ക് തിരിക്കാനായിരുന്നു അന്ന് വിധി. 2012 യൂറോ കപ്പും ഫ്രാൻസിന് പരാജയത്തിന്റെ കയ്പുനീരാണ് സമ്മാനിച്ചത്. പിന്നീട് 2012 ജൂലൈയിലാണ് ഫ്രാൻസിൽ ആ കുപ്പായ കൈമാറ്റം നടക്കുന്നത്. ടീമിനെ ആ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്ന ചുമടും താങ്ങിയ ആ ഭാരിച്ച പരിശീലക കുപ്പായം. സിനദിൻ സിദാൻ, തിയറി ഹെൻറി, പാട്രിക് വിയേര, ലിലിയൻ തുറാം തുടങ്ങി ലോകോത്തര താരങ്ങളോടൊപ്പം നായകപ്പട്ടം അലങ്കരിച്ച ദശാബ്സിന് എന്ത് ഡ്രസ്സിംഗ് റൂം വാർ, എന്ത് ഈഗോ ക്ലാഷ്. അടുത്ത യൂറോ കപ്പിൽ ടീമിനെ റണ്ണറപ്പാക്കിയാണ് അയാൾ തന്റെ മാനേജിംഗ് കപ്പാസിറ്റി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. തന്റേതായ ഫോർമേഷനുകളിലും തന്ത്രങ്ങളിലും ഫുട്ബോൾ ലോകത്തെ കീഴ്പ്പെടുത്തുമെന്ന അയാളുടെ ഉറപ്പ് പിന്നീട് അങ്ങോട്ട് ഫ്രാൻസിനെ പിന്നോട്ടടുപ്പിച്ചിട്ടില്ല. റഷ്യയിൽ 2018 ലോകകപ്പ് കിരീടം മുകളിലേക്ക് ഉയർത്തി മുഖത്ത് വിടർന്ന ആ ചെറുപുഞ്ചിരിയിൽ അയാളുടെ നിശ്ചയദാർഢ്യം കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. 2021 നാഷൻസ് ലീഗ്, ഖത്തർ ലോകകപ്പിലെ റണ്ണറപ്പ്, ഇക്കുറി പരാജയമറിയാതെയുള്ള നോർത്ത് അമേരിക്കൻ കുതിപ്പ്. ഫുട്ബോളിന് ദിദിയൻ ദശാബ്സിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പോൾ പോഗ്ബ, എങ്കോളോ കാൻഡെ, ഷുമേനി, കാമവിംഗ, ഗ്രീസ്മാൻ, ബെൻസിമ, എംബാപ്പെ. അയാൾ വിത്ത് പാകി വെള്ളമൊഴിച്ച് വളർത്തിയ മാണിക്യങ്ങൾ ഒരുപാടുണ്ട്. ടീമിനായി അയാൾ നേടിക്കൊടുത്തത് വേറെയും. ബ്രസീൽ വിജയത്തിൽ ആൻസെലോട്ടിയും അർജന്റീനക്കൊപ്പം സ്കെലോണിയും ആഘോഷിക്കപ്പെടുമ്പോൾ ഫ്രാൻസിനൊപ്പം മാധ്യമങ്ങൾ മനഃപൂർവ്വം അവഗണിക്കപ്പെടുന്ന പേരാണ് ദിദിയൻ ദശാബ്സ്. അയാൾ ഇതല്ല അർഹിക്കുന്നത്. ഈ ലോകകപ്പോടെ തന്നെ ഏൽപ്പിച്ച ആ കുപ്പായം സിനദിൻ സിദാനെ ഏൽപ്പിച്ച് ദശാബ്സ് പടിയിറങ്ങും. ചിതറിപ്പോയ ഡ്രസ്സിംഗ് റൂം കലാപങ്ങളാൽ ലോകത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്ന ഫ്രാൻസിനെ വീണ്ടും ലോക ഫുട്ബോളിലെ അധികായരാക്കി മാറ്റിയ കിരീടവുമായിട്ടായിരിക്കും അയാളുടെ പടിയിറക്കം.